എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ കഥാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുനക്കര തേവരുടെ കഥയിലേക്ക് കടക്കുകയാണ്. കോട്ടയം ജില്ലയിൽ കോട്ടയം പട്ടണത്തിന്റെ മധ്യഭാഗത്തുള്ള തിരുനക്കര ക്ഷേത്രത്തെപ്പറ്റി എല്ലാരും കേട്ടിരിക്കാനിടയുണ്ട്. അവിടുത്തെ സ്വയംഭൂവായ ശിവനെയും കാളയെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഒത്തിരി രസകരമാണ്. പണ്ടൊരു തെക്കുംകൂർ രാജാവിന് തൃശ്ശിവ പേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മാസം തോറും തൊഴുക പതിവുണ്ടായിരുന്നു. ഒരു മാസത്തിന്റെ അവസാന ദിവസം അവിടെ എത്തിയാൽ അന്നും പിറ്റേ ദിവസവുമായി 2 മാസത്തെ തൊഴൽ ഒന്നിച്ചു കഴിക്കും. അങ്ങനെയാകുമ്പോൾ ആണ്ടിൽ 6 യാത്ര കൊണ്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ തമ്പുരാൻ അപ്രകാരമാണ് അത് നടത്തിപ്പോന്നത്. അങ്ങനെ വളരെ കാലം അദ്ദേഹം അത് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു. കാലക്രമേണ ആ തമ്പുരാന് പ്രായാധിക്യവും രോഗപീഠകളും നിമിത്തം അന്യദേശ സഞ്ചാരം ദുസ്സാധ്യമായി തീർന്നു. പരസഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ ശക്തനല്ലാതെയായിട്ടും ഈശ്വരഭക്തനായ അവിടേക്ക് തൃശ്ശിവ പേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മാസം തോറുമുള്ള ഭജനം മുടക്കുന്നതിന് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു മാസാന്ത്യ ദിവസം ആ തമ്പുരാൻ പരിവാര സമേതം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി. വളരെ പ്രയാസപ്പെട്ട് ഒരുവിധം കുളി കഴിച്ച് പരസഹായത്തോടുകൂടി വടക്കുംനാഥന്റെ നടയിൽ ചെന്ന് തൊഴുതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലയോ ഭക്തവത്സലനായ ഭഗവാനെ, എന്റെ ഈ നിയമം മുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ സങ്കടമാണ്. ഇവിടെ വന്ന് ദർശനം കഴിച്ച് പോകാൻ ഞാൻ ശക്തനല്ലാതെയും തീർന്നിരിക്കുന്നു. അതിനാൽ കഴിയുന്നതും വേഗത്തിൽ എന്നെ അവിടുത്തെ തൃപ്പാദാരവിന്ദങ്ങളിൽ ചേർത്ത് കൊള്ളണമേ. അന്ന് അത്താഴം കഴിഞ്ഞ് തമ്പുരാൻ കിടന്നുറങ്ങിയ സമയം ആരോ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറയുന്നതായി തോന്നി: ഇനി എന്നെ കാണാനായി ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ നക്കരക്കുന്നിൽ വന്നേക്കാം. എന്റെ പുരോഭാഗത്ത് വൃഷഭനും എന്റെ പശ്ചാൽ ഭാഗത്തൊരു വെളുത്ത ചെത്തിയും കാണപ്പെടുമെന്ന് പറഞ്ഞതായി തോന്നി. ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ആരെയും കണ്ടില്ല. ഇത് വടക്കുന്നാഥൻ തന്നെ തന്നെക്കുറിച്ച് പ്രസാദിച്ചിട്ട് അടുക്കൽ വന്ന് അരുളി ചെയ്തതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസവും പതിവ് പോലെ ദേവദർശനവും കഴിച്ച് ഭക്ഷണവും കഴിച്ച് തമ്പുരാൻ തൃശ്ശൂരിൽ നിന്ന് മടങ്ങി വന്നു. മടങ്ങിപ്പോരും വഴി തമ്പുരാൻ വൈക്കത്തും പെരുതൃക്കോവിലപ്പനെ കൂടി തൊഴുതിട്ട് പോരാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. തൊഴാനായി അമ്പലത്തിൽ ചെന്നപ്പോൾ താടിയും തലയും വളർത്തി രുദ്രാക്ഷമാലകളും ഭസ്മവും ധരിച്ച് പരവശനായ ഒരു ബ്രാഹ്മണനെ അവിടെ കണ്ടിട്ട് അദ്ദേഹം ആരാണെന്നും മറ്റും തമ്പുരാൻ അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലരോടായി ചോദിച്ചു. അപ്പോൾ ഒരാൾ അദ്ദേഹം ഒരു നമ്പൂതിരിയാണെന്നും ഇല്ലം വൈക്കത്ത് തന്നെയാണെന്നും ഇല്ലപ്പേര് പേരേപ്പറമ്പ് എന്നാണെന്നും ദാരിദ്ര്യ ദുഃഖം സഹിക്കാൻ വയ്യാതെയായിട്ട് വൈക്കത്തപ്പനെ സേവിക്കുകയാണെന്നും സംവത്സര ഭജനം കഴിഞ്ഞിട്ട് 2-3 ദിവസമായെന്നും അദ്ദേഹത്തിന് നിത്യവൃത്തിക്ക് തന്നെ യാതൊന്നുമില്ലയെന്നും 4-5 പെൺകിടാങ്ങളെ വേളി കഴിപ്പിച്ചു കൊടുക്കാൻ വൈകിയിരിക്കുന്നുണ്ടെന്നും മറ്റുമുള്ള വിവരം തമ്പുരാനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. അത് കേട്ട് തമ്പുരാൻ ആ നമ്പൂതിരിയെ അടുക്കൽ വിളിച്ച് എന്റെ കൂടെ പോരാമെങ്കിൽ 1-2 പെൺകൊടയ്ക്ക് വേണ്ടുന്ന വക ഉണ്ടാക്കി തന്നയക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് ഏറ്റവും സന്തുഷ്ടമാനസനായി ഭവിച്ച നമ്പൂതിരി കൽപ്പന പോലെ ചെയ്യാമെന്ന് പറയുകയും തമ്പുരാൻ പോന്നപ്പോൾ ഒരുമിച്ച് പോരുകയും ചെയ്തു. അന്ന് തെക്കുംകൂർ രാജാക്കന്മാർക്ക് രാജവാഴ്ചയുള്ള കാലമായിരുന്നു. അവരുടെ രാജധാനി അന്നിപ്പോൾ തിരുനക്കര ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു നാഴിക വടക്കുമാറി തളിയിൽ എന്ന സ്ഥലത്തായിരുന്നു. അതിനാൽ പേരേപ്പറമ്പ് നമ്പൂതിരി തെക്കുംകൂർ രാജാവിനോടുകൂടി അവിടെ വന്നു താമസിച്ചു. അങ്ങനെ താമസിച്ചിരുന്ന കാലത്ത് പേരേപ്പറമ്പ് നമ്പൂതിരി ഒരു ദിവസം തമ്പുരാന്റെ അടുക്കൽ അറിയിച്ചുകൊണ്ട് തിരുനക്കര സ്വാമിയാരു മഠത്തിലേക്ക് പോന്നു. സ്വാമിയാരെ കണ്ട് തന്റെ സ്ഥിതി അറിയിച്ചാൽ വല്ലതും സഹായമുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചാണ് നമ്പൂതിരി പോയത്. അപ്രകാരം അയാൾ സ്വാമിയെ കണ്ട് വിവരമറിയിക്കുകയും ചാതുർമാസ്യം അടുത്തിരിക്കുന്നതിനാൽ നമ്പൂതിരി അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നും വല്ലതും സ്വല്പമായിട്ടെങ്കിലും സഹായിക്കാമെന്ന് സ്വാമിയാർ അരുളി ചെയ്യുകയും ചെയ്തു. അതിനാൽ നമ്പൂതിരി അവിടെ താമസിച്ചു. ഇപ്പോൾ തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അന്ന് വെറും കാടായിട്ട് കിടക്കുകയായിരുന്നു. നക്കരക്കുന്നെന്നാണ് ആ സ്ഥലത്തിന് അന്ന് പേര് പറഞ്ഞു വന്നിരുന്നത്. അവിടെ ദേവസാന്നിധ്യവും ക്ഷേത്രവും ഉണ്ടായതിന്റെ ശേഷമാണ് നക്കര തിരുനക്കരയായത്. നക്കര തന്നെ നൽക്കര ലോപിച്ചുണ്ടായതുമാണ്. സ്വാമിയാർ മഠത്തിലെ ഭൃത്യന്മാർ ആ കുന്നിൻപുറത്ത് ചേന, ചേമ്പ് മുതലായവ കൃഷി ചെയ്യുക പതിവായിരുന്നു. ചാതുർമാസ്യം കഴിയുന്ന ദിവസം സ്വാമിയാർ മഠത്തിൽ ചുരുക്കത്തിലൊരു സദ്യ പതിവുള്ളതിനാൽ അന്നു രാവിലെ ആ ബാല്യക്കാരിൽ 2 പേർ ചേന പറിക്കാനായിട്ട് ഒരു മൺവെട്ടിയും എടുത്ത് ഒന്ന് വെട്ടിയപ്പോൾ അവിടെ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും അത് കണ്ടവർ ഭയപ്പെട്ട് ഓടിച്ചെന്ന് വിവരം സ്വാമിയാരുടെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. സ്വാമിയാർ അത് കേട്ട് അവിടെ ചെന്ന് മണ്ണ് മറിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു ശിവലിംഗം മുളച്ചിരിക്കുന്നതായി കണ്ടു. ഇങ്ങനെ സ്വയംഭൂവായിട്ടുള്ള ബിംബം കണ്ടാൽ ഉടനെ നിവേദ്യം കഴിപ്പിക്കാഞ്ഞാൽ അത് മറിഞ്ഞു പോകുമെന്നുള്ളതിനാൽ സ്വാമിയാർ മഠത്തിൽ നിന്ന് തന്നെ ഉണക്കലരി, പൂവ് മുതലായ സാധനങ്ങൾ വരുത്തി പേരേപ്പറമ്പ് നമ്പൂതിരിയെ കൊണ്ട് നിവേദ്യം വെപ്പിച്ച് ഉടനെ ഒരു പൂജ കഴിപ്പിച്ചു.
അതിന്റെ ശേഷം സ്വാമിയാർ ഈ വിവരം തെക്കുംകൂർ രാജാവിന്റെ അടുക്കൽ എഴുതി അയച്ച് അറിയിക്കുകയും ചെയ്തു. ഈ വാർത്ത കേട്ടപ്പോൾ തനിക്ക് തൃശൂർ വെച്ചുണ്ടായ സ്വപ്നം ശരിയായല്ലോ എന്ന് വിചാരിച്ച് തെക്കുംകൂർ രാജാവിന് വളരെ സന്തോഷമുണ്ടാവുകയും അദ്ദേഹം ഉടനെ നക്കരക്കുന്നിൽ എത്തുകയും ചെയ്തു. തമ്പുരാൻ വന്നു നോക്കിയപ്പോൾ ശിവലിംഗവും അതിന്റെ മുൻവശത്തായി ഒരു വൃഷഭനും സ്വല്പം വടക്കോട്ട് മാറി വായുകോണിലായി ഒരു വെളുത്ത ചെത്തിയും മുളച്ചിരിക്കുന്നതായി കാണുകയും ഇത് തൃശൂർ പേരൂർ വടക്കുന്നാഥൻ ഇള കൊണ്ടത് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. അനന്തരം തെക്കൻകൂർ രാജാവ് അവിടെ 4 ഗോപുരങ്ങളും മാളികയായിട്ടും കൂത്തമ്പലം മുതലായവയോടുകൂടിയും ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന ലക്ഷണങ്ങളുമെല്ലാം ഒപ്പിച്ച് അമ്പലം പണി കഴിപ്പിക്കുകയും നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായ വകയ്ക്കെല്ലാം വേണ്ടുന്ന വസ്തുവകകൾ ദേവസ്വം വകയായി തിരിച്ചു വെക്കുകയും ചെയ്തു. അതിൻ പ്രകാരം അവിടെ പ്രതിദിനം 5 പൂജ, 3 ശീവേലി, നവകം, പഞ്ചഗവ്യം മുതലായവയും ആണ്ടിൽ തുലാം, മീനം, മിഥുനം ഈ മാസങ്ങളിലായി 3 ഉത്സവങ്ങളും പതിവായി തീർന്നു. ഒരു മഹാക്ഷേത്രത്തിൽ വേണ്ടുന്നവയെല്ലാം ഈ ക്ഷേത്രത്തിലും ആ തമ്പുരാൻ ഏർപ്പെടുത്തി. അങ്ങനെ തിരുനക്കര ക്ഷേത്രം പ്രസിദ്ധമായി തീരുകയും ചെയ്തു. അവിടെ പേരേപ്പറമ്പ് നമ്പൂതിരിയെ തന്നെ ശാന്തിയുമാക്കി. ചങ്ങഴശ്ശേരി, പുന്നശ്ശേരി ഇങ്ങനെ 2 ഇല്ലങ്ങളിലുള്ള മൂത്തതിമാരെ ദേവന്റെ പരിചാരക പ്രവൃത്തികൾക്കും സ്വാമിയാർ മഠത്തിലെ ബാല്യക്കാരായിരുന്ന നെടുമങ്ങാടൻ, പാലാക്കോടൻ എന്നിവരുടെ തറവാട്ടേക്ക് ക്ഷേത്രത്തിൽ വിളക്കെടുപ്പും നെല്ലുകുത്തും നടത്തുന്നതിനുള്ള സ്ഥാനം കൊടുത്ത് അവരെ ആ വകയ്ക്ക് നിയമിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ദിക്കുകാർക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. തിരുനക്കര ദേശത്തും അടുത്ത പ്രദേശങ്ങളിലും നെല്ലോ സസ്യാദികളോ കൃഷി ചെയ്താൽ എല്ലാം രാത്രികാലങ്ങളിൽ ഒരു വെള്ളക്കാള വന്ന് വേലി പൊളിച്ച് അകത്ത് കിടന്ന് തിന്നു നശിപ്പിച്ചു തുടങ്ങി. ഈ കാള ആരുടെയാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആർക്കും നിശ്ചയമില്ല. അവനെ പിടിക്കാൻ കിട്ടുകയുമില്ല. നല്ല നിലാവുള്ള കാലത്ത് ദൂരെ നിന്ന് നോക്കിയാൽ അവൻ നിന്ന് തിന്നുന്നത് കാണാം. ആളുകൾ അടുത്തു ചെല്ലുമ്പോൾ എങ്ങനെയോ അവൻ ചാടിപ്പോയി കളയും. ഇങ്ങനെയായിട്ട് ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ നല്ല നിലാവുള്ള കാലത്ത് തിരുനക്കര നിന്നും ഏകദേശം 2 കിലോമീറ്റർ അടുത്തുള്ള വേളൂർ എന്ന ദേശത്ത് ഒരു കണ്ടത്തിൽ വെച്ച് ഒരാൾ ഈ കാളയെ കല്ലെടുത്തെറിയുകയും മറ്റും ചെയ്തു. ആ രാത്രിയിൽ തന്നെ ഒരു കാള തന്റെ അടുക്കൽ വന്ന്, അങ്ങ് ദേവന് വേണ്ടുന്നതെല്ലാം പതിച്ചു വെച്ചല്ലോ, എനിക്കെന്താണ് പതിവൊന്നും വെക്കാത്തത്? ഞാൻ ആ ദേവന്റെ വാഹനമാണല്ലോ. ഞാൻ കണ്ടവരുടെ വിളവുകൾ കട്ടു തിന്നേണ്ടതായി വരുന്നല്ലോ. അത് നിമിത്തം ഞാൻ ഇന്നൊരു ആളുടെ ഏറ് കൊള്ളേണ്ടതായും വന്നു. ഇത് വലിയ സങ്കടം തന്നെയെന്ന് പറഞ്ഞതായി തെക്കുംകൂർ രാജാവിന് ഒരു സ്വപ്നമുണ്ടായി. ഇതിനെക്കുറിച്ച് തമ്പുരാൻ പ്രശ്നം വെപ്പിച്ചു നോക്കിച്ചപ്പോൾ സ്വപ്നത്തിൽ കാണപ്പെട്ട കാള തിരുനക്കര ദേവന്റെ കാള തന്നെയാണെന്നും അതിനുകൂടി പതിവായി നിവേദ്യത്തിന് ഒരു വഹ വെക്കേണ്ടതാണെന്നും വിധിക്കുകയും കാളയെ വേളൂർ വെച്ച് ഒരാൾ കല്ലെടുത്തെറിയുന്ന വിവരം അറിയുകയും ചെയ്യുകയാൽ തമ്പുരാൻ വേളൂർ വെച്ച് കാള ഏതു നിലത്തിൽ നിന്നു നിന്നപ്പോൾ ഏറുകൊണ്ടുവോ ആ നിലം ആ വൃഷഭന്റെ നിവേദ്യം വകയ്ക്കായി ദേവസ്വത്തിലേക്ക് വിട്ടുകൊടുത്തു. ആ നിലത്തിന് ഇപ്പോഴും കാളക്കണ്ടം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്രകാരം ആ തെക്കുംകൂർ രാജാവ് തിരുനക്കര ക്ഷേത്രത്തിന് വേണ്ടുന്ന പുഷ്ടികളെല്ലാം വരുത്തുകയും അവിടെ തന്റെ മാസഭജനം നിർവിഘ്നമായി നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയും അതിന് മുടക്കം വരാതെ അദ്ദേഹം ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു. തിരുനക്കര തേവരുടെ ചൈതന്യവും പ്രസിദ്ധിയും അസാമാന്യമായി വർദ്ധിക്കുകയാൽ അവിടെ അവസാനമില്ലാതെ വഴിപാടുകൾ വന്നു തുടങ്ങി. പ്രതിദിനം 5 മാറും ചതുർശതവും 8ഉം 10ഉം പന്തിരുനാഴിയും മറ്റുമുണ്ടായി തുടങ്ങിയതിനാൽ ശാന്തിക്ക് തന്നെ കൊണ്ട് മതിയാകാതെ വരികയാൽ പേരേപ്പറമ്പ് നമ്പൂതിരി തിരുനക്കര നിന്ന് 2-3 കിലോമീറ്റർ അകലെയുള്ള മാങ്ങാനം എന്ന ദേശത്തു നിന്നും മടിപ്പള്ളി എന്നില്ലപ്പേരായ ഒരു നമ്പൂതിരിയെ കൂടി കീഴ്ശാന്തിയായി ചേർത്തു. അങ്ങനെ 2 പേരും കൂടി കുറച്ചു കാലം ശാന്തി നടത്തിയപ്പോഴേക്കും അതുകൊണ്ടുണ്ടായ സമ്പാദ്യ നിമിത്തം പേരേപ്പറമ്പ് നമ്പൂതിരിയുടെ ദാരിദ്ര്യം അശേഷം നീങ്ങുകയും അദ്ദേഹം നല്ല സമ്പന്നനായി തീരുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം ശാന്തി മടിപ്പള്ളി നമ്പൂതിരിയെ തന്നെ ഏൽപ്പിച്ചിട്ട് വൈക്കത്തു തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. എങ്കിലും ആ ഇല്ലത്ത് നിന്നൊരാൾ മാസത്തിലൊരിക്കൽ തിരുനക്കര വന്ന് ഒരു ദിവസം ഒരു പന്തിരടി പൂജ കഴിക്കുക പതിവാണ്. തിരുനക്കര തേവരുടെ കാളയ്ക്ക് ചില കാലങ്ങളിൽ നീര് ഉണ്ടായി പൊട്ടുമെന്നും അത് രാജ്യത്ത് വലിയ ആപത്തുണ്ടാകുന്ന കാലങ്ങളിലാണ് പതിവെന്നുള്ളത് പ്രസിദ്ധമാണ്. മഹാരാജാക്കന്മാർ നാട് നീങ്ങിയ കാലങ്ങളിൽ ഈ കാളയ്ക്ക് നീരുണ്ടാവുകയും പൊട്ടുകയും ചെയ്തിട്ടുണ്ടെന്നത് കേട്ടിട്ടുള്ളത്. ഇങ്ങനെ നീരുണ്ടാകുന്ന എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും തിരുനക്കര തേവരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.